റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന്റെ അവസ്ഥ ഓരോ ദിവസവും അതീവ ഗുരുതരമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുക്രൈനിൽ ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഗൗരവമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് പറയുകയുണ്ടായി. സ്വയം പ്രതിരോധിക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കാൻ റഷ്യ തയ്യാറാണെന്നും യുഎസും സഖ്യകക്ഷികളും മനസ്സിലാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ കൂട്ടാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. യുഎസും പങ്കാളികളുമാണ് തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ മിസൈലുകൾ അയക്കുക തന്നെ ചെയ്യും, ലവ്റോവ് പറയുകയുണ്ടായി. യുക്രൈനിലെ പ്രാദേശിക ഇടപെടലുകൾ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത മിസൈലുകളാണ് റഷ്യ 2 ആഴ്ച മുൻപ് അയച്ചത്. മിസൈൽ 700 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിനിപ്രോയിൽ എത്തിയിരുന്നു. സൈനിക വ്യാവസായിക സമുച്ചയത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അമേരിക്കയും ബ്രിട്ടന്റെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചതിന് തിരിച്ചടിയായി റഷ്യ അവരുടെ ആവനാഴിയിലെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷ്മിക് എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ യുക്രൈനിലേക്ക് പ്രയോഗിച്ചത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കും മുമ്പ് തന്നെ യുക്രൈനിയൻ പ്രസിഡന്റിനെ റഷ്യ വധിക്കുമെന്ന അഭ്യൂഹവും ഇതോടെ മേഖലയിൽ ശക്തമായിട്ടുണ്ട്. ബ്രിട്ടീഷ് അമേരിക്കൻ ഏജൻസികൾ തന്നെയാണ് ഇത്തരമൊരു അഭ്യൂഹത്തിന് വഴിവിട്ടിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ സൗഹൃദത്തിലാണ്. പുടിന്റെ ചെൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെടുന്ന വിദേശകാര്യങ്ങൾ യുക്രൈനെ സഹായിക്കാൻ വേണ്ടി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. യുക്രൈന് വിവിധ ആയുധങ്ങൾ എത്തിക്കുന്നതിന് നാറ്റോ രാജ്യങ്ങൾ അടക്കം സഹകരിക്കുന്നുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ലോകോത്തര യുദ്ധമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കാരണം യുക്രൈനെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളെയും റഷ്യ ആക്രമിക്കാൻ തയ്യാറാവുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വലിയൊരു യുദ്ധത്തിനായിരിക്കാം അത് കാരണമാകുന്നത്. റഷ്യ ഏത് രാജ്യത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക ആരെ സഹായിക്കുമെന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാണ്. ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്ന സമയത്ത് റഷ്യ ആരെയൊക്കെ ഇല്ലാതാക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ്. ഡൊണാൾഡ് ട്രംപ് എന്തിനും പുടിനെ സഹായിക്കുന്ന സമയത്ത് യുക്രൈനെ സഹായിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അതിനാൽ തന്നെ വലിയൊരു ശക്തിയാണ് ഇനി രൂപപ്പെടാൻ പോകുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ലോകത്തെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തെ അവസാനിപ്പിക്കുമെന്നുള്ളത് തീർച്ചയാവുകയാണ്.